ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർ ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമ ഉണ്ടാകില്ലെന്ന് തന്നെ പറയാം. ലൂസിഫർ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒടുവിൽ അബ്രാം ഖുറേഷി പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ റിലീസിന് മുൻപ് പൃഥ്വിരാജ് പറഞ്ഞത് എമ്പുരാൻ ഒരു ചെറിയ സിനിമയാണെന്നാണ്. എന്നാൽ എമ്പുരാൻ അത്ര ചെറുതല്ല. മലയാള സിനിമ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ക്യാൻവാസിലാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകൻ എമ്പുരാൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിനിമ ഇതിനു മുൻപ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് നിസ്സംശയം പറയാം. എന്നാൽ എമ്പുരാന് മലയാളി പ്രേക്ഷകരുടെയും മോഹൻലാൽ ആരാധകരുടെയും പ്രതീക്ഷകൾക്കൊപ്പം ഉയരാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് വേണം പറയാൻ. സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്നും ഖുറേഷി അബ്രാമിലേക്കുള്ള മോഹൻലാലിന്റെ പകർന്നാട്ടം അത്രയ്ക്കങ്ങ് ഏറ്റിട്ടില്ല. സയ്യിദ് മസൂദിന്റെ കുട്ടിക്കാലത്തിൽ നിന്നാണ് എമ്പുരാൻ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലെ ഒരു ഹിന്ദു മുസ്ലിം കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിക്കുന്ന എമ്പുരാൻ പിന്നീട് പോകുന്നത് ഇന്നത്തെ നെടുമ്പള്ളിയിലേക്കാണ്. സ്റ്റീഫൻ ഇല്ലാത്ത നെടുമ്പള്ളിയിലേക്ക്, ജതിൻ രാംദാസ് മുഖ്യമന്ത്രിയായ കേരളത്തിലേക്ക്. ദേവപുത്രൻ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനല്ലാതെ ആരെയാണ് ആശ്രയിക്കുക എന്ന സിനിമയിലെ ഡയലോഗ് പോലെ ജതിൻ രാംദാസ് എന്ന വഴിതെറ്റിപ്പോയ ദൈവപുത്രനിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ സിനിമയിൽ സ്റ്റീഫൻ അഥവാ ഖുറേഷി അബ്രാം ഇറങ്ങിത്തിരിക്കുകയാണ്. ലോകത്തിന്റെ ഏത് അറ്റത്താണെങ്കിലും സ്വന്തം നാടിനെ സംരക്ഷിക്കാൻ അവൻ എത്തും എന്നതാണ് സിനിമ പ്രാഥമികമായി പറഞ്ഞു വെക്കുന്നത്. മോഹൻലാലിന്റെ ഖുറേഷി അവതാരം ലോകത്തെ തന്നെ കയ്യിലിട്ട് അമ്മാനമാടുന്ന വലിയ ശക്തിയാണ്. സ്റ്റീഫന്റെ മറ്റൊരു മുഖമായ ഖുറേഷി അബ്രാമിലാണല്ലോ ലൂസിഫർ അവസാനിക്കുന്നത്. എമ്പുരാനിലേക്ക് എത്തുമ്പോൾ ഇത് ഖുറേഷി അബ്രാമിന്റെ കഥയാണ്. തുടക്കം സയ്യിദ് മസൂദിലാണെങ്കിലും സിനിമയിൽ വളരെ കുറച്ചു ഭാഗം മാത്രമേ പൃഥ്വിരാജിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ലൂസിഫറിലെ പോലെ തന്നെ എമ്പുരാനിലും മോഹൻലാൽ അവതരിക്കുന്നത് വളരെ വൈകിയാണ്. പണ്ട് ലൂസിഫറിൽ സ്റ്റീഫൻ പറഞ്ഞതുപോലെ നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ് യുദ്ധം. ആ യുദ്ധം തന്നെയാണ് എമ്പുരാനിലും തുടരുന്നത്. ലൂസിഫർ കേന്ദ്രീകരിച്ചിരുന്നത് കേരളത്തിലും കേരള രാഷ്ട്രീയ പശ്ചാത്തലത്തിലുമായിരുന്നെങ്കിൽ എമ്പുരാനിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയല്ല. എമ്പുരാനിൽ കഥ നടക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായാണ്. ആരാണ് ഖുറേഷി അബ്രാം എന്നത് ഇന്ദ്രജിത്തിന്റെ ഗോവർദ്ധനെ പോലെ തന്നെ ലോകത്തിലെ പല ശക്തി കേന്ദ്രങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂസിഫറിൽ കേരളമായിരുന്നു കൂടുതലും നമുക്കറിയുന്ന, നമ്മൾ കണ്ടു വളർന്ന ലാൻഡ്സ്കേപ്പുകൾ. എന്നാൽ എമ്പുരാനിൽ കേരളം വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. കൂടുതലും വിദേശ രാജ്യങ്ങളാണ്. അതും ഇടയ്ക്കിടെ മാറി മറയുകയാണ് ചെയ്യുന്നത്. ഖുറേഷി അബ്രാം ഈ ലോകത്തിൽ വ്യാപിച്ചു കിടക്കുകയാണെന്ന് കാണിക്കാൻ പൃഥ്വിരാജ് വല്ലാതെ കഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നിപ്പോകും പലപ്പോഴും. ഇമോഷണൽ കണക്ഷനും ലൂസിഫറിൽ ഒരു വലിയ ഘടകമായിരുന്നു. എന്നാൽ എമ്പുരാനിലേക്ക് വരുമ്പോൾ അത്തരം സീനുകൾ കുറവാണ്. ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഖുറേഷി അബ്രാമിലും സയ്യിദ് മസൂദിലുമാണ്. സയ്യിദ് മസൂദിന്റെ കുട്ടിക്കാലത്തെ സീനുകൾ ഒഴിച്ചാൽ വൈകാരികമായ സീനുകൾ ഒന്നും തന്നെ എമ്പുരാനിൽ ഇല്ലെന്ന് പറയേണ്ടി വരും. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഖുറേഷി പൊരുതുന്നത് തിന്മയ്ക്കെതിരായാണ്. ആ പോരാട്ടത്തെ ചിത്രീകരിച്ചിരിക്കുന്ന രീതി പക്ഷേ ചിന്നിച്ചിതറിയ രൂപത്തിലാണ്. ലോകത്തിന്റെ പല ഭാഗത്തും ഖുറേഷി അബ്രാം എന്ന ശക്തി വ്യാപിച്ചു കിടക്കുകയാണെന്ന് പല തവണയായി പൃഥ്വിരാജ് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പല തവണയായി പല രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടായിരിക്കാം ലൂസിഫർ എന്ന സിനിമയ്ക്ക് ഉണ്ടായിരുന്ന പെർഫെക്ഷൻ എമ്പുരാനിൽ ഇല്ലെന്ന് വേണം പറയാൻ. ലൂസിഫറിനേക്കാൾ സീരിയസ് ആയ സിനിമയാണ് എമ്പുരാൻ എന്ന് ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞിരുന്നു. എമ്പുരാൻ പറയാൻ ശ്രമിച്ച വിഷയത്തിന് ആ സീരിയസ്നെസ് ഉണ്ടെങ്കിലും അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സംവിധായകനോ തിരക്കഥാകൃത്തിനോ സാധിച്ചിട്ടില്ല. സിനിമ കൊണ്ട് അവർ പറയാൻ ഉദ്ദേശിച്ചത് അബ്രാം ഖുറേഷിയുടെ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തെയാണ്. എന്നാൽ ഇത്തവണ ഖുറേഷി അബ്രാമിന് നേരിടാൻ ഒരുപാട് തിന്മകളുണ്ട്. സ്വന്തം നാടായ കേരളത്തിലും പിന്നെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമെല്ലാം ലൂസിഫർ എന്ന അബ്രാം ഖുറേഷി തിന്മയ്ക്കെതിരായി പൊരുതുകയാണ്. എന്നാൽ ആ പോരാട്ടത്തെ വേണ്ടത്ര തീവ്രതയോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പൃഥ്വിരാജിന് ആയിട്ടില്ലെന്ന് വേണം പറയാൻ. അതേസമയം മോഹൻലാൽ ആരാധകർക്ക് തിയേറ്ററിൽ ഇരുന്ന് രോമാഞ്ചം കൊള്ളാനുള്ള സീനുകൾ സിനിമയിലുടനീളം പൃഥ്വിരാജ് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോഴും ശക്തമായൊരു സ്ട്രക്ചർ ഇല്ലായ്മ എമ്പുരാന്റെ പോരായ്മയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എവിടെയായി ചിന്നിച്ചിതറി കിടക്കുകയാണ് സീനുകളെല്ലാം. അതിനെ എങ്ങനെയോ കൂട്ടി യോജിപ്പിച്ച് വെച്ച പോലെയാണ് പ്രേക്ഷകന് എമ്പുരാൻ കാണുമ്പോൾ കിട്ടുന്ന ഐഡിയ. സിനിമ പറയുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചും പറഞ്ഞു വെക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സ്റ്റീഫന്റെ അഥവാ ഖുറേഷി അബ്രാമിന്റെ രാഷ്ട്രീയം? അത് കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ആശയങ്ങളെ ശക്തമായി തുറന്നുകാട്ടുന്നുണ്ട് എമ്പുരാൻ. കേരളത്തെ വിഴുങ്ങാനെത്തുന്ന അത്തരം ശക്തികളെ എതിർക്കുകയാണ് സിനിമയിൽ സ്റ്റീഫൻ എന്ന ഖുറേഷി അബ്രാം ചെയ്യുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ച് എമ്പുരാൻ ഒരു പുതിയ അറ്റംപ്റ്റ് ആണ്. KGF-ഉം ബാഹുബലിയും എല്ലാം കേരളത്തിലെ തിയേറ്ററുകളിൽ ആഘോഷമായപ്പോൾ അത്തരമൊരു ബിഗ് ക്യാൻവാസ് സിനിമ
മലയാളത്തിന് സാധ്യമാകുമോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമല്ലോ. അതിനുള്ള ഉത്തരം കൂടിയാണ് പൃഥ്വിരാജ് എമ്പുരാനിലൂടെ പ്രേക്ഷകർക്ക് നൽകുന്നത്.